ജീവനുള്ള പാമ്പിനെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഫാം വില്ലയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ടൈമിൽ കുറച്ച് മഴയുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട അവർ തന്നിട്ടുണ്ട്. ആ കുടയൊക്കെ ചൂടി വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ഒട്ടകത്തിനെയാണ്. ആ ഒട്ടകത്തിനെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാവിലകൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീരുക്കുട്ടൻ ഓരോരോ പ്ലാവിലയായിട്ട് ഇങ്ങനെ ഒട്ടകത്തിന് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് 2 കുതിരകളെയാണ് കേട്ടോ. കുതിരയ്ക്ക് കഴിക്കാനായിട്ട് ക്യാരറ്റാണ് തന്നിരിക്കുന്നത്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ കൊടുത്ത് വരുമ്പോൾ ചെറിയൊരു കുളവും വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഫിഷാണ്. ഫിഷിനെ വളർത്തിയിരിക്കുന്ന ഒരു ടാങ്ക് പോലെയാണ്. അപ്പോൾ അതിന് തീറ്റ കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ കൈ നല്ലോണം കഴുകിയതിന് ശേഷമാണ് തീറ്റ കയ്യിൽ തരുന്നത് കേട്ടോ. അപ്പോൾ തീറ്റ മീനുകൾക്ക് കൊടുക്കുകയാണ്. അത് കൊടുത്തപ്പോൾ വീരുക്കുട്ടന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് വരുമ്പോഴത്തേനും കുറേ ആടുകളുണ്ട്. പലതരം വെറൈറ്റി ആടുകളെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ പശുവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എമു പക്ഷികളാണ്. എമു പക്ഷിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റ ഇങ്ങനെ കയ്യിലാക്കിയിട്ട് ഉള്ളിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ വീരുക്കുട്ടൻ. പിന്നെ അവിടെ നിന്ന് വരുമ്പോഴത്തേനും ഒരു കഴുതയുണ്ട്. ഓരോരോ അനിമൽസിനും ഓരോരോ എന്താ പറയുക ചെറിയൊരു വീട് പോലെ സെറ്റാക്കി കൊടുത്തിരിക്കുകയാണ്. നല്ല നീറ്റാണ് കേട്ടോ അവിടെ. ഈ കുറേ അനിമൽസ് ഉള്ളതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പോയാൽ നല്ല ഇഷ്ടമാവും. പിന്നെ അങ്ങനെ നടന്നു വരുമ്പോഴത്തേനും കുറേ മുയലുകളാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വീരുക്കുട്ടൻ ഓരോന്നിനും തൊട്ട് നോക്കിയിട്ട് മുയലിരിക്കുന്ന ആക്ഷൻ കാണിക്കുകയാണ്. പിന്നെ പൂച്ചകളുടെ വെറൈറ്റികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു പൂച്ചക്കുട്ടീനെ വീരുക്കുട്ടനെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടീനെ എടുത്ത് നിൽക്കുകയാണ് വീരുക്കുട്ടൻ. പിന്നെ പൂച്ച ചാടി പോയിട്ടോ. പിന്നെ അങ്ങനെ അവസാനം നമ്മുടെ പാമ്പിനെ കഴുത്തിലിടുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വെള്ളപ്പാമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആളിങ്ങനെ പാമ്പിനെ എടുത്തിട്ട് ആദ്യം കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ അച്ചയുടെ കഴുത്തിലാണ് ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പതുക്കെ പാമ്പിനെ എടുത്തിട്ട് വീരുക്കുട്ടൻ അപ്പോഴേക്ക് തിരക്കായി. അപ്പോൾ വീരുക്കുട്ടൻ്റെ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീരുക്കുട്ടൻ്റെ കഴുത്തിലിട്ടപ്പോൾ ചെറിയൊരു പേടി തോന്നിയെങ്കിലും മൂപ്പര് ഭയങ്കര ഹാപ്പിയായി. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ ജീവനുള്ള പാമ്പിനെ കഴുത്തിലിടുക എന്നുള്ളത്. അങ്ങനെ പാമ്പിനെ കഴുത്തിൽ നിന്ന് എടുത്തു. പിന്നെ ഒരു മലയണ്ണാൻ്റെ വെറൈറ്റിയാണെന്ന് തോന്നുന്നു. അതിനിങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേനും വലിയൊരു ഒട്ടക പക്ഷി ഉണ്ട് കേട്ടോ. അതിന് തീറ്റ കൊടുക്കാനൊന്നും ഇല്ല, അതിനെ കാണുകയെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ തത്തകളുടെ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കയ്യിൽ തീറ്റ തന്നിട്ട് നമ്മളെ കയറാനായിട്ട് സമ്മതിക്കും കേട്ടോ. അപ്പോൾ തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് എല്ലാ തത്തകളും കൂടെ കയ്യിലും തലയിലും ഒക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുറേ താറാക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട് അവർ കോഴികളുടെ ഒരു വെറൈറ്റീന്. പിന്നെ അവിടെ നിന്ന് കൈയൊക്കെ നല്ലോണം കഴുകിയ ശേഷം അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാർക്കുണ്ട്. ആ പാർക്കിലും എല്ലാ സ്ലൈഡിലും പിന്നെ ഊഞ്ഞാലിലൊക്കെ ആടി നമ്മുടെ വീരുക്കുട്ടൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുട്ടികൾക്കൊക്കെ കളിക്കാനും ഈവനിങ് സ്പെൻഡ് ചെയ്യാനും പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്.